ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്നുവെച്ചാല് പ്രായമുള്ള വീട്ടിലൊക്കെ കായിക സാരയിൽ മറ്റും ഒതുങ്ങിയിരിക്കുന്ന ആളുകളെ ഒത്തൊരുമിച്ചുകൊണ്ട് ഇവിടെ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല സന്തോഷമായിട്ടുള്ള ഒരു സ്ഥലം അല്ലെ. പല നാട്ടിലുള്ള ആളുകളും പല പ്രദേശത്തുനിന്നുള്ള ആളുകളും പല ഭാഗത്തുനിന്നും ഒരു ചെറുപ്പത്തിൽ കിട്ടാത്തൊരു സന്തോഷം ഇപ്പൊ കിട്ടുന്നുണ്ടോന്നൊരു ഇതില്ലേ. എന്താ ഇവിടുത്തെ ഇവിടെ വന്നാല് ഹാപ്പിയാണ്. സാമ്പ്രബിലെത്തി കഴിഞ്ഞാൽ ക്യാരം ബോർഡ് കളിക്കുക, പാട്ട് പാടാം, ഡാൻസ് ചെയ്യുക. പ്രായം മറന്നിട്ടുള്ള ഡാൻസാണ്. ഡാൻസൊക്കെ കണ്ടാൽ നിങ്ങളൊക്കെ അവിടെ ഒരു മൂലയിൽ ഇരിക്കേണ്ടി വരും. അത്രയും സുഖസുന്ദരമായിട്ടുള്ള ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ യാത്രകൾ ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. വയനാട്ടിൽ പോയിട്ടുണ്ട്, പിന്നെ ഊട്ടിയിൽ പോയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഫുട്ബോളുണ്ട്, ഫുട്ബോൾ ടീമുണ്ട്, പിന്നെ ഓട്ട മത്സരമുണ്ട്, സൈക്കിൾ മത്സരം, പലജാതി പരിപാടി. പാട്ട് പാടുന്നുണ്ട്, ചെറിയ നമുക്ക് വേണ്ടി അകലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും അഭിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. അകലോക കാരണമുത്തൊളി യാ റസൂലേ എന്നും അഭിജ്യോതി പൂരണ വിത്തൊളി യാ റസൂലേ. ഇതൊക്കെ കേൾക്കാൻ ഇവിടെ രാവിലെ തന്നെ ആളുകൾ എത്തുന്നാണ് പറഞ്ഞിട്ടില്ല. കോർഡിനേറ്റർ ഇബ്രാഹിം നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഇതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇബ്രാഹിം ചോദിച്ചാൽ എങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അതായത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവരുടെ മാനസിക ഉല്ലാസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. തുടർന്ന് വിവിധ പരിപാടികൾ നടത്തി അവർക്ക് പ്രോത്സാഹനവും സപ്പോർട്ടും നൽകുന്ന സ്ഥാപനമാണ്. വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2018 മുതൽ സായംപ്രഭ ഹോം വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ സായംപ്രഭ ഹോമിൽ 600-ൽ പരം വയോജനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വാർഡുകളും 23 വാർഡുകളിലും 39 അംഗൻവാടി കേന്ദ്രീകരിച്ച് വയോ ക്ലബ്ബുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമ സഹായ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും, അവർക്ക് വേണ്ട ഫുഡ്, അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും പിന്നെ അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, ഹാപ്പിനെസ് വർക്ക്ഷോപ്പുകൾ, നിയമസഹായ ബോധവൽക്കരണ ക്ലാസ്സുകൾ, എല്ലാ പരിപാടികളും നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം തന്നെ അവരെ കെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു കെയർ ഗീവറെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അവരിടയ്ക്ക് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പുറത്ത് വിനോദ യാത്രകളൊക്കെ നടത്താറുണ്ട്. പഞ്ചായത്ത് അതിന് ഫണ്ട് വെക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ വയോ കലോത്സവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ വേങ്ങര ഗ്രാമപഞ്ചായത്തിൽ 2 അവാർഡ് നമുക്ക് സായംപ്രഭേൻ്റെ കീഴിൽ നമുക്ക് വാങ്ങാൻ സാധിച്ചു. അതിന് നമ്മുടെ വേങ്ങരയിലെ എല്ലാ വയോജനങ്ങളും നന്നായിട്ടുള്ള പ്രത്യേകിച്ച് കേരളം ഒട്ടുക്ക് നമുക്ക് ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വേങ്ങര പഞ്ചായത്തിൽ സായംപ്രഭ ഹോം നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ വേങ്ങര ഗ്രാമപഞ്ചായത്ത് വയോ സംരക്ഷണ മേഖലയിൽ നമ്മൾ കേരളത്തിൽ തന്നെ 1ാം സ്ഥാനത്താണ് 2 പ്രാവശ്യമായിട്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാർ പറഞ്ഞാൽ അത് കൊണ്ട് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അവിടുത്തെ ഇബ്രാഹിമിനെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണസമിതി കട്ടക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങളും എല്ലാവരും കൂടി സഹകരണത്തോടു കൂടി ഇങ്ങനെ ഒരു പരിപാടി നമ്മൾക്ക് പഞ്ചായത്തിൽ വിജയിപ്പിക്കാൻ സാധിച്ചത്. അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ സംരക്ഷിക്കുന്ന ഇടയ്ക്കിടെ നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്നും വരുമ്പോഴും അവിടെ ഓഫീസുകളിൽ പാട്ടും ക്യാരംസ് കളി, വായനയും അങ്ങനെ പലവിധ പരിപാടി, ചായയും സൽക്കാരങ്ങളുമായിട്ട് വളരെ ഉത്സാഹപൂർവ്വം നമ്മൾ എല്ലാവരും നേർമുഴുപ്പ് തന്നെ വയോജനങ്ങൾ അവിടെ വന്നിട്ട് അവരെ എന്നും ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോര്. അവർക്കുള്ള ചായയും ഭക്ഷണവും ഒക്കെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനിയും അതുപോലെ നമ്മൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമത്തിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന് ഇങ്ങനെ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ കാരണം. ഇനി 1-2 വാക്ക് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയും. അല്ല, നമ്മളെ സംബന്ധിച്ച് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വേങ്ങര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന
ഒരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണ് അവരെ മനസ്സിന് ആഹ്ലാദം നൽകുന്ന, സന്തോഷം നൽകുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വർഷത്തിൽ അവർക്ക് പിന്നെ സ്പോർട്സ് ആവട്ടെ, ആർട്സ് ആവട്ടെ, മറ്റ് ഏതൊക്കെ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു ഉല്ലാസയാത്ര എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഊട്ടിയിലേക്ക് അവരെ കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് 1000-ൽ പരം കിറ്റുകൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ മറ്റേതൊക്കെ തരത്തിലുള്ള അവർക്ക് ഇവിടെ പിന്നെ നമ്മുടെ സാമ്പ്രദായയിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വൈകുന്നേരം വീടുകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു നല്ല സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർക്ക് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഉച്ചക്ക് ഊണാണെങ്കിലും രാവിലെ ഒരു ചായയും ലഘുഭക്ഷണം, അതുപോലെ തന്നെ അവർക്ക് എത്ര ചായ വേണമെങ്കിലും നമ്മളെ കുടുംബശ്രീ ഓഫീസിൽ വന്ന് 2 രൂപ കൊടുത്താൽ അവർക്ക് പിന്നെ കഴിച്ചു പോകാം. അതിലേക്ക് വേണ്ട ചെറിയ രീതിയിലുള്ള അവർക്ക് ഭക്ഷണമൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഏതായാലും ഞങ്ങളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, ഇന്ന് മുതിർന്ന പൗരന്മാരാണ് ആ ഒരു പ്രദേശത്തിൻ്റെ പിന്നെ ഒരു വികസന കാര്യങ്ങളായാലും മറ്റ് എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പ്രോത്സാഹനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇന്ന് അവരുടെ വീടുകളിലായാലും മറ്റ് പല അവരുടെ നാടുകളിലൊക്കെ ആയാലും പല രീതിയിലുള്ള ഒരു തരത്താഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ഞങ്ങളെ വേങ്ങര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഏതായാലും ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയണം. അടുത്ത ഭരണസമിതിയും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ സമയത്ത് ആശംസിക്കാനുള്ളത്.